നമസ്കാരം. റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ റയൽ മാഡ്രിഡ് അതിനിർണായകമായ പോരാട്ടം വിജയിച്ചിരിക്കുന്നു. അങ്ങനെ റെലഗേഷൻ സോണിൽ നിന്നും മുകളിലേക്ക് കയറിയിരിക്കുന്നു. അറ്റലാന്റയെ അവരുടെ മൈതാനത്തിട്ട് തോൽപ്പിച്ചിരിക്കുന്നു. ഈ സീസണിൽ അറ്റലാന്റ അവരുടെ മൈതാനത്ത് ഒരേ ഒരു കളിയെ തോറ്റിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന് മാത്രമല്ല, യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ തോറ്റിട്ടേ ഉണ്ടായിരുന്നില്ല. അതൊക്കെ അങ്ങ് മാറ്റിമറിച്ചിരിക്കുകയാണ് കാർലോ ആഞ്ചലോട്ടിയുടെ കുട്ടികൾ. അറ്റലാന്റയെ 3-2 റയൽ മാഡ്രിഡ് തോൽപ്പിച്ചിരിക്കുന്നത്. മത്സരത്തിൽ റയൽ മാഡ്രിഡിന് വേണ്ടി സൂപ്പർ ട്രയോ ആണ് ഗോളടിച്ചത്. ജൂഡ് ബെല്ലിംഗാമും വിനി ജൂനിയറും കിലിൻ എംബാപ്പയും ഗോളടിക്കുന്ന കാഴ്ച. മറുഭാഗത്ത് ഡി കെറ്റ്ലെയറും അതുപോലെ ലുക്മാനുമാണ് അറ്റലാന്റയുടെ ഗോളുകൾ നേടിയത്. റയലിന് അതിനിർണായകമായ പോരാട്ടമായിരുന്നല്ലോ. മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11-ൽ കിലിൻ എംബാപ്പയും വിനി ജൂനിയറും ബെല്ലിംഗാമും ബ്രൈൻ ഡയസും ഒക്കെ റയലിനായിട്ട് ഒരുമിച്ചിറങ്ങിയപ്പോൾ മറുഭാഗത്ത് ലുക്മാനും പെസാലിച്ചും ഡി കെറ്റ്ലെയറും ഒക്കെ ചേർന്നുകൊണ്ടാണ് അറ്റ്ലാന്റയുടെ മുന്നേറ്റങ്ങൾ നയിച്ചത്. കളിയുടെ 10ാമത്തെ മിനിറ്റിൽ തന്നെ കിലിൻ എംബാപ്പയിലൂടെ റയൽ മാഡ്രിഡ് ലീഡ് എടുത്തു. പക്ഷേ കളി പുരോഗമിക്കവേ എംബാപ്പയ്ക്ക് പരിക്ക് പറ്റി പുറത്ത് പോവേണ്ടി വന്നത് റയൽ മാഡ്രിഡിന് ഒരു ആശങ്കയാകിയിട്ടുണ്ട്. ഏതായാലും ആദ്യ പകുതി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ പെനാൽറ്റി ലഭിച്ചു അറ്റ്ലാന്റയ്ക്ക്. ഡി കെറ്റ്ലെയർ അത് ഗോളാക്കി മാറ്റുകയും ചെയ്തു. അങ്ങനെ ഇടവേള സമയത്ത് 1-1 സമനിലയായിരുന്നു. പക്ഷേ രണ്ടാം പകുതിയിൽ വിനി ജൂനിയർ 56ാമത്തെ മിനിറ്റിലും ജൂഡ് ബെല്ലിംഗാം 59ാമത്തെ മിനിറ്റിലും ഗോൾ അടിച്ചതോടെ മികച്ച ഗോളാണ് ബെല്ലിംഗാമിൻ്റെത്. അങ്ങനെ ആ ഒരു ചെറിയ സമയം കൊണ്ട് 3 മിനിറ്റിനിടയ്ക്ക് 2 ഗോളുകൾ അടിച്ചു കയറ്റിക്കൊണ്ട് 3-1 ലീഡിലേക്ക് റയൽ മാഡ്രിഡ് കടന്നുപോയി. അത് അപരാജിത ലീഡാണെന്ന് പിന്നീട് തെളിയുകയും ചെയ്തു. എന്നാൽ 65ാമത്തെ മിനിറ്റിൽ ലൂക്മാനിലൂടെ അറ്റലാന്റ തിരിച്ചടിച്ചതാണ്. കളിയുടെ അവസാന ഘട്ടത്തിൽ ഒരു സൂപ്പർ ചാൻസ്, ഓപ്പൺ ചാൻസ് റെറ്റഗയ്ക്ക് ലഭിച്ചു. പക്ഷെ അദ്ദേഹം അത് പുറത്തേക്ക് അടിച്ച് കളഞ്ഞത്. അവിശ്വസനീയതയോടെയാണ് അറ്റ്ലാന്റയുടെ ആരാധകർ നോക്കി നിന്നത്. ആ ഒരു അർത്ഥത്തിൽ അവിടെ റയൽ മാഡ്രിഡ് രക്ഷപ്പെട്ടു പോവുകയായിരുന്നു. കാരണം കളി സമനിലയായിരുന്നെങ്കിൽ വലിയ തിരിച്ചടിയായി മാറിയനെ. ഏതായാലും മത്സരം വിജയിച്ചതോടുകൂടി റയൽ മാഡ്രിഡ് ഇപ്പോൾ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ പോയിന്റ് പട്ടികയിൽ 6 കളികളിൽ നിന്ന് 9 പോയിന്റുമായിട്ട് 18ാം സ്ഥാനത്തേക്ക് ഉയർന്നിട്ടുണ്ട്. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.